നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻസേർട്ട് ടാബിലുള്ള ടെക്സ്റ്റ് കമാൻഡ് ഗ്രൂപ്പാണ്. അതായത് ഈ കാണുന്ന ഇതാണ് ടെക്സ്റ്റ് കമാൻഡ് ഗ്രൂപ്പ്. ഇതിനകത്ത് ഒരു 6 കമാൻഡുകൾ കാണാനായിട്ട് പറ്റും. കൂടുതലും ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ച കമാൻഡുകൾ തന്നെയാണ്. എന്നാൽ 1-2 കമാൻഡ്സ് നമുക്ക് പുതിയതും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് കമാൻഡ് ഗ്രൂപ്പ്. ഇതിൽ ആദ്യത്തെ കമാൻഡാണെന്ത്? ടെക്സ്റ്റ് ബോക്സ്. ടെക്സ്റ്റ് ബോക്സ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഡ്രോ എ ടെക്സ്റ്റ് ബോക്സ് എനിവെയർ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും, അതായത് ഈ പ്രസൻറ്റേഷൻ സ്ക്രീനിനകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കാനായിട്ട് പറ്റും. ദിസ് ഈസ് എ ഗ്രേറ്റ് വേ ടു ഗെറ്റ് ദ എക്സാക്റ്റ് ടെക്സ്റ്റ് ബോക്സ് സൈസ് യു വാണ്ട്, എസ്പെഷ്യലി വെൻ ആഡിങ് ടെക്സ്റ്റ് ടു ഷേപ്സ് ആൻഡ് ഒബ്ജക്ട്സ്. ഇപ്പോൾ ഷേപ്സിലോ ഒബ്ജക്ട്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റേഷനകത്ത് തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കമാൻഡ് ഗ്രൂപ്പിൽ വന്നിട്ട് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള കമാൻഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിനുള്ള സൈസിൽ എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കാനായിട്ട് പറ്റും. വരച്ച് അതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കഴ്സറിൻ്റെ ഷേപ്പ് മാറിയത് കാണാൻ പറ്റും. എവിടെയാണോ നിങ്ങളിപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണം. ഡ്രാഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈസിലേക്ക് ഇതിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഡ്രാഗ് ചെയ്ത് നമ്മൾ നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് മാറുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് മൗസിൽ നിന്ന് കൈ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് തന്നെ ഒരു കഴ്സർ വന്ന് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നുമുണ്ട്. കണ്ടോ? നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കണ്ടോ? ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൻ്റെ പർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ വരുന്ന ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കുക. നിങ്ങൾ എന്താണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് പ്രസ് ഡിലീറ്റ്. അപ്പോഴത്തേക്ക് ആ ടെക്സ്റ്റ് ബോക്സ് അവിടെ നിന്ന് റിമൂവ് ആവുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തതാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ. എന്താണ് ഹെഡർ ആൻഡ് ഫൂട്ടർ? The content of the header and footer repeats at the top and bottom of each printed page. നമ്മൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന പേജിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ്, നമ്മൾ എന്താണോ അവിടെ കണ്ടൻറ്റ്, ഇപ്പോൾ നമ്മൾ ഈ പേജ് നമ്പർ അല്ലെങ്കിൽ സ്ലൈഡ് നമ്പർ, ചില പ്രസൻറ്റേഷനൊക്കെ കാണുമ്പോൾ നമുക്കതിനകത്ത് ഡേറ്റും ടൈമും കാണും. ചില പ്രസൻറ്റേഷനകത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പേജുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ലാസ്റ്റായിട്ട് പേജ് നമ്പർ കൊടുത്തിരിക്കും. ആ പേജിൻ്റെ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ചിലപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്താണെന്ന് ചെറുതായിട്ട് കൊടുത്തിരിക്കും, ലെഫ്റ്റോ റൈറ്റോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരിങ്ങനെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുന്നത്. ദ കണ്ടന്റ് ഓഫ് ദ ഹെഡർ ആൻഡ് ഫൂട്ടർ റിപ്പീറ്റ്സ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ഈച്ച് പ്രിൻറ്റഡ് പേജ്. ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ ഷോക്കേസിങ് ഇൻഫോ സച്ച് ആസ് ഫയൽ നെയിം, ഡേറ്റ് ആൻഡ് ടൈം. നമുക്ക് എന്ത് ചെയ്യാം? ഫയലിൻ്റെ പേരോ അല്ലെങ്കിൽ ഡേറ്റ്, സമയമോ അങ്ങനെ എന്തെങ്കിലും നമുക്കിതിനകത്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് ആദ്യം സ്ലൈഡ്, ഇപ്പോൾ സ്ലൈഡിലാണെങ്കിൽ എന്ത് ചെയ്യാം? ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇന്ന് കറൻ്റ്ലി ഉള്ള ഡേറ്റ് ആയിരിക്കും ഇതിനകത്ത് കാണുന്നത്. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡേറ്റും ടൈമും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ് വീക്ക് എന്നുള്ളത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ വീക്ക് കൂടെ ആഡ് ചെയ്യാം. കുറേ പല ടൈപ്പിലുള്ള ഡേറ്റും ടൈമും ഇവിടെ തന്നിട്ടുണ്ട്. അതേതാണ്? ഇപ്പോൾ ഡേറ്റും ടൈമും ഒരുമിച്ച് വരുന്നത് വെക്കാം, ഡേറ്റ് മാത്രം വെക്കാം, സമയം മാത്രം വെക്കാം, വേണമെങ്കിൽ ഇയർ മാത്രം വെക്കാം. നമുക്കിഷ്ടമുള്ളത് എന്താണോ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഞാനിപ്പോൾ ഈ വീക്കും കൂടെ ചേർത്താണ് വെക്കുന്നതെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ്, കലണ്ടർ ടൈപ്പ് ഏതാണ്, ഇതെല്ലാം സെലക്ട് ചെയ്യുക. ഫിക്സഡ് ആണെങ്കിൽ ഫിക്സഡ് ആണ്, ഓക്കെ. ദെൻ അത് സെലക്ട് ചെയ്യുക. സ്ലൈഡ് നമ്പർ വേണം. അപ്പം ഞാൻ ഒരു മൂന്ന് സ്ലൈഡാണ് ഞാനിപ്പോൾ കറൻ്റ്ലി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ 3 സ്ലൈഡിന് എന്ത് ചെയ്യാം? സ്ലൈഡ് നമ്പർ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫൂട്ടർ എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ടിക്ക് ചെയ്യുക. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ന് കൊടുക്കുകയാണ്. പവർ പോയിൻ്റ്, ഓക്കെ.
അപ്ലൈ ടു ഓൾ. ഇപ്പം അപ്ലൈ ടു ഓൾ കൊടുത്താൽ നമ്മൾ എത്ര സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ സ്ലൈഡിലെല്ലാം അപ്ലൈ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അപ്ലൈ എന്ന് മാത്രം കൊടുത്താൽ എന്ത് സംഭവിക്കും? കറൻ്റ്ലി നമ്മളിപ്പോൾ സെലക്ഷൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ ഒരു സ്ലൈഡിലാണ് സെലക്ഷൻ നിൽക്കുന്നതെങ്കിൽ അതിൽ മാത്രം സെലക്ഷൻ വരും. അല്ല, നമ്മുടെ ഹെഡറും ഫൂട്ടറും ആഡ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഞാൻ അപ്ലൈ ടു ഓൾ കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ഈ കറൻ്റ്ലി നിൽക്കുന്ന ഈ ഒരു സ്ലൈഡിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഡേറ്റ് വന്നു. നടുക്കായിട്ട് ഞാൻ കൊടുത്ത ഫൂട്ടർ ഈ പവർ പോയിൻ്റ് എന്നുള്ള പേര് വന്നിട്ടുണ്ട്. ദെൻ സ്ലൈഡ് നമ്പർ 1, ഇവിടെ പേജ് നമ്പർ കൊടുക്കുമ്പോൾ സ്ലൈഡ് നമ്പർ 1 അടുത്തത് കൊടുക്കുകയാണ്. കണ്ടോ, ഡേറ്റ് വന്നു, പവർ പോയിൻ്റ് എന്ന് കൊടുത്തത് വന്നു, നമ്പർ വന്നു, 2 എന്ന നമ്പർ വന്നു. അടുത്ത സ്ലൈഡ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. കണ്ടോ, ആ പേജ് നമ്പർ കൊടുക്കുമ്പോൾ തന്നെ 1 2 3 എന്ന് പറഞ്ഞ് ആ ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഫൂട്ടർ ആഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് ഹെഡർ ഫൂട്ടർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിന് ഇങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, ഇങ്ങനെ ഒരു എഫക്റ്റ് നമ്മുടെ സ്ലൈഡിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡാണ് എന്ത്? ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നുള്ള കമാൻഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ഈ ഹെഡർ ഫൂട്ടർ എന്നുള്ളത് എടുക്കുമ്പോൾ അതിൻ്റെ സ്ലൈഡ് എന്നുള്ളതിൻ്റെ അടുത്ത് തന്നെ നോട്ട്സ് ആൻഡ് ഹാൻഡ് ഔട്ട്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഈ ഡയലോഗ് ബോക്സിനകത്ത് തന്നെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്തും സെയിം നമ്മൾ ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് ഡേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പേജ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ ടിക്ക് ചെയ്യാം. ഇവിടെ ഹെഡർ ഫൂട്ടർ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഹെഡർ കൊടുക്കുകയാണ്. എൻ്റെ ഹെഡർ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഹലോ വേൾഡ് എന്ന് മാത്രം കൊടുക്കുന്നു. നെക്സ്റ്റ് എനിക്ക് ഫൂട്ടർ ആഡ് ചെയ്യണം. ഫൂട്ടർ ഞാൻ എന്താണ് പവർ പോയിൻ്റ് എന്ന് മാത്രം കൊടുക്കുകയാണ്. പവർ പോയിൻ്റ് എന്നിട്ട് അപ്ലൈ ടു ഓൾ കൊടുത്തപ്പോഴും എന്ത് സംഭവിച്ചു? കണ്ടോ, ആ ഹെഡറും ഫൂട്ടറും അതുപോലെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഹെഡറും ഫൂട്ടറും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വേർഡ് ആർട്ടിലേക്ക് കിടക്കാം. വേർഡ് ആർട്ട് എന്നുള്ളത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആഡ് സം ആർട്ടിസ്റ്റിക് ഫ്ലെയർ ടു യുവർ ഡോക്യുമെൻറ്റ് യൂസിങ് വേർഡ് ആർട്ട് ടെക്സ്റ്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ടെക്സ്റ്റിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ സ്റ്റൈൽസും കളേഴ്സും ഒക്കെ കൊണ്ടുവരുന്ന ഒരു കമാൻഡാണ് വേർഡ് ആർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം. നമ്മൾ നേരത്തെ ഹെഡറും ഫൂട്ടറും കൊടുത്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റും ടൈമും നമ്മുടെ പ്രസൻറ്റേഷൻ ആഡ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഓൾറെഡി ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ വന്ന സെയിം ഡയലോഗ് ബോക്സ്, ഡേറ്റ് ആൻഡ് ടൈമിന് ഹെഡർ ആൻഡ് ഫൂട്ടറിൽ വരുന്ന സെയിം ഡയലോഗ് ബോക്സ് തന്നെയാണ് ഇതിനകത്ത് ഓപ്പൺ ആവുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡേറ്റും ടൈമും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പ്രസൻറ്റേഷൻ ചെയ്യുന്നത്, ഇപ്പം നേരത്തെ നിങ്ങൾ പ്രസൻറ്റേഷൻ ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇതിനകത്ത് നിങ്ങൾക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തും യൂസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു കമാൻഡ് ഗ്രൂപ്പ്. ദെൻ സ്ലൈഡ് നമ്പർ നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ ചെയ്ത സെയിം കാര്യം തന്നെയാണ് ഇവിടെ വരിക. സ്ലൈഡ് നമ്പർ എന്നുള്ളത് ടിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ബോക്സിനകത്ത് ടിക്ക് ചെയ്ത് കൊടുത്താൽ ഓരോ സ്ലൈഡിൻ്റെ ആ ഒരു ഓർഡർ അനുസരിച്ച് എന്ത് ചെയ്യും? സ്ലൈഡ് നമ്പർ പ്രസൻ്റ് ആവാനായിട്ട് തുടങ്ങും. സെയിം ഹെഡറിലും ഫൂട്ടറിലും വന്ന രണ്ട് ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ കമാൻഡായിട്ടും കൊടുത്തിട്ടുള്ളത്. ദെൻ വാട്ട് ഈസ് ഒബ്ജക്റ്റ് എന്ന് നോക്കാം. എംബഡഡ് ഒബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കുറേ ഡോക്യുമെൻറ്റുകൾ പല തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സിന് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഡോക്യുമെൻറ്റ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് ക്ലബ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കാൻ പറ്റുന്ന ഒരു കമാൻഡാണ് എന്ത്? ഈ ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എംബഡഡ് ഒബ്ജക്റ്റ് ആർ ഡോക്യുമെൻറ്റ്സ്. എംബഡഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓർ അതർ ഫയൽ യു ഹാവ് ഇൻട്രസ്റ്റഡ് ഇൻറ്റു ദിസ് ഡോക്യുമെൻറ്റ്. ഈ ഡോക്യുമെൻറ്റിനകത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയൽസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സിനെയോ നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നതും, ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് സെപ്പറേറ്റ് ഫയൽസ്, സെപ്പറേറ്റ് ഫയൽ കീപ്പ് ചെയ്യുന്നതിന് പകരം ഒറ്റ ഡോക്യുമെൻ്റ് ആക്കാനും, സംടൈംസ് ഇറ്റ് ഈസ് ഈസിയർ ടു കീപ് ദം ഓൾ എംബഡഡ് ഇൻ എ ഡോക്യുമെൻറ്റ്. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മെയിൻലി ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പിക്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരേ കണ്ടൻറ്റ് വരുന്ന
കുറച്ച് PDFs ഫയൽ ഇതിനകത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് നമുക്കിതിനെ എല്ലാം ഒരു ഒറ്റ ഡോക്യുമെൻ്റായിട്ട് ക്ലബ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡാണ് എന്ത്, ഈ ഒബ്ജക്റ്റ് എന്ന് യൂസ് ചെയ്യുന്ന കമാൻഡ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നുകിൽ പുതിയ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ഫ്രം ഫയൽ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒന്നുകിൽ ബ്രൗസ് ചെയ്ത് പുതിയ ഒരു ഡോക്യുമെൻ്റ് ഡൗൺലോഡ്, നിങ്ങൾ എന്തെങ്കിലും ഒരു വെബ്സൈറ്റിനകത്ത് കണ്ട ഒരു ഡോക്യുമെൻറ്റിനെയാണ് നിങ്ങൾക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്ന് ജസ്റ്റ് ബ്രൗസ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇതിനകത്ത് ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആ പാത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഒരു പ്രസൻറ്റേഷനകത്ത് ഇൻക്ലൂഡ് ആവും. എന്നിട്ട് ഇതിനെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരുമിച്ച് സേവ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ്. ദെൻ അടുത്ത വരുന്നതാണ് സിമ്പിൾസ് എന്ന് പറയുന്നൊരു കമാൻഡ് ഗ്രൂപ്പ്. ടെക്സ്റ്റിൻ്റെ തൊട്ടടുത്തുള്ള കമാൻഡാണ് ഈ സിമ്പിൾസ് എന്നുള്ളത്. സിമ്പിൾസിനകത്ത് മെയിൻലി വരുന്ന 2 കമാൻഡ്സാണ് ഇക്വേഷനും സിമ്പലും. ഇപ്പം നമ്മുടെ ഈ ഒരു പ്രസൻറ്റേഷനകത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇക്വേഷൻസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ എന്നുള്ള കമാൻഡ്. ഇപ്പോൾ നമുക്ക് ഇത് ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഇതൊരു പൈതഗോറിയൻ തിയറമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല ഉണ്ട്. ഇപ്പോൾ ഈ ഒരു റൂട്ടിൻ്റെയൊക്കെ സിമ്പിൾ വരയ്ക്കാനും അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഡിഫിക്കൾട്ടായിട്ടുള്ള ഈ ഇക്വേഷൻസ് നമുക്ക് പ്രസൻറ്റേഷനകത്ത് ടൈപ്പ് ചെയ്യാൻ കുറച്ച് ടഫായിരിക്കും. സോ അത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഈ ഇക്വേഷൻസ് ഉള്ളത്. ജസ്റ്റ് നമുക്കൊന്ന് സെലക്ട് ചെയ്താൽ തന്നെ നമ്മുടെ പ്രസൻറ്റേഷനകത്ത് എന്ത് വരും, അതൊരു ടെക്സ്റ്റ് ബോക്സിൻ്റെ ഫോർമാറ്റിലേക്ക് വരും. നമുക്കിവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടെയാണോ നമുക്ക് ഇതിനെ കൊണ്ടുവെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് നമുക്ക് പ്ലേസ് ചെയ്യാം. അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്ന കമാൻഡ്. ഇക്വേഷൻ എന്നുള്ള കമാൻഡ് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ വന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവിടെ തന്നെ ഷേപ്പ് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഒരു ടാബ് ഓപ്പണായി. അതിൻ്റെ കൂടെ തന്നെ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ടാബും ഓപ്പണായി. ഇവിടെ തന്നെ ഒരുപാട് പുതിയ ഇക്വേഷൻ കമാൻഡ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരുപാട് തരത്തിലുള്ള സെയിം നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ എന്നുള്ള കമാൻഡ് ഇവിടെ തന്നെ ഇങ്ക് ഇക്വേഷൻ എന്നുള്ളതുണ്ട്. ഇൻസേർട്ട് മാത്തമെറ്റിക്കൽ ഇക്വേഷൻ യൂസിങ് യുവർ ഹാൻഡ് റൈറ്റിംഗ്. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഞാൻ റിമൂവ് ചെയ്തപ്പോൾ ഒരു സ്ക്രീൻ പോയി. ഓക്കെ, നമുക്ക് നോക്കാം ഹാൻഡ് റൈറ്റിങ്ങിലൂടെ എങ്ങനെയാണ് ഇക്വേഷൻ കൊണ്ടുവരിക. കണ്ടോ, ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്ക് വരയ്ക്കാനായിട്ട് ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു റൂട്ട് വരയ്ക്കുകയാണ്. കണ്ടോ, അപ്പോൾ അവിടെ റൂട്ടിൻ്റെ സിമ്പൽ വന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഇത് വേണമെങ്കിൽ മായ്ക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇറേസ് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് x/2 അതവിടെ ഒരു മൈനസ് സിമ്പലായിട്ടാണ്. ഇപ്പോൾ അത് ഫ്രാക്ഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കായിട്ട് തന്നെ ക്ലിയർ ചെയ്യാം, മീൻസ് ഡ്രോ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇക്വേഷൻസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഈ ഇങ്ക് ഇക്വേഷൻ എന്നുള്ളത്. ദെൻ പ്രൊഫഷണൽസ്. അപ്പോൾ പ്രൊഫഷണൽസ്, ലീനിയർ, നോർമൽ, ഇങ്ങനെ കുറച്ച് കമാൻഡ്സ് എക്സ്ട്രാ ആയിട്ട് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. മാത്സിനെ റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കമാൻഡ്സ് ആണ് ഇതിനകത്ത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഷേപ്പൊക്കെയാണ്, ഷേപ്പ് ഞാൻ ഉദ്ദേശിച്ചത് മാത്സ് റിലേറ്റഡ്. ഇപ്പോൾ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെയുള്ള ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ്, ഫ്രാക്ഷണൽ, ഇങ്ങനെയുള്ള പല ടൈപ്പിലുള്ള, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൽഫ, ബീറ്റ, അങ്ങനെ പോലത്തെ എന്ത് ചെയ്യുക, ഓരോ ടൈപ്പ് ഷേപ്സ് അല്ലെങ്കിൽ സിമ്പിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രസൻറ്റേഷനകത്ത് ആഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കമാൻഡ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു ഇക്വേഷൻ എന്നുള്ള ടാബിനകത്ത് മെയിൻലി വരുന്നത്. അപ്പോൾ അടുത്തത് ഫ്രാക്ഷൻ. ഇപ്പോൾ ഫ്രാക്ഷനിൽ തന്നെ പല ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, പല ടൈപ്പിൽ ഫ്രാക്ഷൻസ് എഴുതാനുള്ള
ഫ്രാക്ഷൻ, കോമൺ ഫ്രാക്ഷൻ, അങ്ങനെ 2 ടൈപ്സിൽ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. റാഡിക്കൽ, ഇൻ്റഗ്രൽ, ലാർജ് ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ പല ടൈപ്പ്. ഇപ്പോൾ ഫ്രാക്ഷൻസ്, ഫങ്ഷൻസ്, ലിമിറ്റ് ആൻഡ് ലോഗ്സ്, ഓപ്പറേറ്റർ, മെട്രിക്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി കാണും. അതായത് മാത്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കമാൻഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു കമാൻഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു കമാൻഡ് മീൻസ് ഒരു പുതിയൊരു ടാബാണ് ഈ ഇക്വേഷൻ എന്നുള്ള ഈ ഒരു ടാബ്. നെക്സ്റ്റ് തൊട്ടടുത്ത് തന്നെ സിമ്പിൾ എന്ന് പറയുന്ന ഒരു കമാൻഡ് നമ്മൾ കണ്ടിരുന്നു. ആഡ് സിമ്പിൾസ് ദാറ്റ് ആർ നോട്ട് ഓൺ യുവർ കീബോർഡ്. നമ്മുടെ കീബോർഡിൽ ഇല്ലാത്ത കുറച്ച് സിമ്പിൾസിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കമാൻഡ്. ചൂസ് ഫ്രം എ വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഇൻക്ലൂഡിങ് മാത്തമെറ്റിക്കൽ, കറൻസി ആൻഡ് കോപ്പിറൈറ്റ് സിമ്പിൾസ്. ഇതിനകത്ത് മാത്തമെറ്റിക്കൽ ഷേപ്സും ഉണ്ട്, കറൻസിയുടെ ഷേപ്പ് ഉണ്ട്, മറ്റ് കോപ്പിറൈറ്റ് വരുന്ന എന്തുണ്ട് സിമ്പിൾസും നമുക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് തന്നെ എന്താണ്ട് ഈ ആൽഫബറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും നമ്പേഴ്സ്, നമ്മുടെ നോർമൽ സിമ്പിൾസ്, അതുകൂടാതെ എക്സ്ട്രാ ഒരുപാട് സിമ്പിൾസ് നമുക്ക് എന്താണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് ഉണ്ട്. കണ്ടോ, റീസെൻ്റ്ലി യൂസ്ഡ് സിമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഇക്വേഷൻ എന്നുള്ള കമാൻഡ് ഗ്രൂപ്പിനകത്തുള്ള സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്തതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ നമ്പേഴ്സ് പല രീതിയിൽ എഴുതുന്നതും നമുക്കിതിനകത്ത് കാണാനായിട്ട് പറ്റും. ഇത് ഇത്രയാണ് മെയിൻലി സിമ്പിൾസ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്ന 2 കമാൻഡ്സ്, ഈക്വേഷൻസും സിമ്പിൾസും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റ്, അതായത് ഈ ഇൻസേർട്ട് ടാബിലുള്ള ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പാണ് ഈ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, മീഡിയക്കകത്ത് നമുക്ക് മെയിൻലി 3 കമാൻഡുകൾ കാണാനായിട്ട് പറ്റും. അതിൽ ആദ്യത്തേത് വീഡിയോ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പാണ്. എന്താണ് ഈ വീഡിയോ എന്ന് നമുക്ക് നോക്കാം. ഇൻസേർട്ട് വീഡിയോ, നമ്മൾ വീഡിയോ ഇൻസേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡാണിത്. വാട്ട്സ് എവരിവൺ ഫേവറേറ്റ് സ്ലൈഡ് ദാറ്റ് വൺ വിത്ത് ദ വീഡിയോ, ആഡ് എ വീഡിയോ ടു യുവർ പ്രസൻറ്റേഷൻ. നിങ്ങൾ നിങ്ങളുടെ പ്രസൻറ്റേഷനകത്ത് എന്തെങ്കിലും വീഡിയോ ഫോർമാറ്റ് ആഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ മീഡിയ എന്നുള്ള കമാൻഡ് ഗ്രൂപ്പിലേക്ക് വരിക. അവിടെ നിന്ന് വീഡിയോ എന്നുള്ള ഈ ഒരു കമാൻഡ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഫ്രം യുവർ ഡിവൈസ്, നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ ഡിവൈസിൽ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഫോൾഡർ സെലക്ട് ചെയ്യുക, വീഡിയോ സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ പ്രസൻറ്റേഷനകത്ത് വീഡിയോ മീൻസ് സേവ് ആയത് അല്ലെങ്കിൽ വീഡിയോ ഇതിനകത്ത് ഈ ഒരു സ്ക്രീനിൽ വന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് അവൈലബിളായിട്ട് വീഡിയോസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാത്തത്. ദെൻ എന്ത് ചെയ്യുക, സ്റ്റോക്ക് വീഡിയോസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോസോഫ്റ്റിനകത്ത് ഓൾറെഡി കുറച്ച് സ്റ്റോക്ക് ഇമേജസും വീഡിയോ ലൈബ്രറി, ഇമേജ് ലൈബ്രറി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, സ്റ്റോക്ക് മീൻസ് വീഡിയോസ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വീഡിയോസ് ഇൻസേർട്ട് ചെയ്യാനായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡാണിത്, സ്റ്റോക്ക് ഇമേജസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കണ്ടൻറ്റുകൾ ഇപ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് കുറച്ച് കാണാൻ പറ്റും. അതല്ലാതെ തന്നെ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ഇപ്പം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നിരിക്കുന്ന ഡിഫോൾട്ട് വീഡിയോസിൽ നിന്ന് ഒരു വീഡിയോ, ഞാനിപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക, അപ്പോൾ അതവിടെ സെലക്റ്റഡ് ആവും. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ വീഡിയോസ് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. വീഡിയോസ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെലക്ട് ചെയ്ത് വീഡിയോ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കോഡ് അൺഅവൈലബിൾ, എന്തോ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, വീഡിയോ പ്ലേ ആവുന്നില്ല. ഓക്കെ, നോർമലി നമ്മൾ ഇതിനകത്ത് ഈ സ്റ്റോക്ക് വീഡിയോസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട്
ഇതിനകത്ത് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഇതിനകത്ത് ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുന്ന വീഡിയോ ഇവിടെ ഇൻസേർട്ട് ആവും. അതിനെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഇത് നെറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഇത് പ്ലേ ആവാത്തത്. ഓക്കെ, ദെൻ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോ എന്നുള്ള കമാൻഡിന് കൂടെ തന്നെ ഓൺലൈൻ വീഡിയോ എന്ന് പറയുന്ന ഒരു കമാൻഡ് കാണാൻ പറ്റും. ഫൈൻഡ് ആൻഡ് ഇൻസേർട്ട് വീഡിയോ ഫ്രം വെറൈറ്റി ഓഫ് ഓൺലൈൻ സോഴ്സസ്. മറ്റ് ഓൺലൈൻ സോഴ്സസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് വീഡിയോ നമുക്ക് പ്രസൻറ്റേഷനകത്ത് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ ഈ യൂട്യൂബ്, സ്ലൈഡ് ഷെയർ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാം. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആ ലിങ്ക് അഡ്രസ്സ് എന്തെങ്കിലും, ഇപ്പോൾ യൂട്യൂബിൻ്റെ തന്നെ ഒരു ലിങ്ക് അഡ്രസ്സ് കൊണ്ടുവന്ന് ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇൻസേർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്കിവിടെ ഇൻസേർട്ട് ആവുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എത്രയാണ് മെയിൻലി വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ. നെക്സ്റ്റ് അടുത്ത് വരുന്നതാണ് ഓഡിയോ. ഇൻസേർട്ട് ഓഡിയോ ഫ്രം യുവർ കമ്പ്യൂട്ടർ ഓർ വെറൈറ്റി ഓഫ് ഓൺലൈൻ സോഴ്സസ്. കമ്പ്യൂട്ടറിൽ നിന്നോ മറ്റ് ഓൺലൈൻ സോഴ്സസിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാം, ഓഡിയോ ഇൻസേർട്ട് ചെയ്യാം. യു ക്യാൻ ഓൾസോ റെക്കോർഡ് ഓഡിയോ വിത്ത് മൈക്രോഫോൺ. നിങ്ങൾക്ക് അതുകൂടാതെ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്തും എന്ത് ചെയ്യാം, ഓഡിയോ റെക്കോർഡ് ചെയ്യാം. 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് നമ്മുടെ PC-യിൽ നിന്ന് തന്നെ ഓഡിയോ ഈ പ്രസൻറ്റേഷനിലേക്ക് കൊണ്ടുവരാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ PC-യിൽ മീൻസ് ഈ പ്രസൻറ്റേഷനകത്ത് ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിനുള്ള ഓപ്ഷൻസ് വരും. ഇവിടെ എന്ത് ചെയ്യാം, ഒരു പേര് കൊടുത്തിട്ട് സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഓഡിയോ റെക്കോർഡ് ആവാനായിട്ട് തുടങ്ങും. നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൈക്രോഫോൺ യൂസ് ചെയ്ത് ഡയറക്റ്റ് ഇതിലേക്ക് നമ്മുടെ സൗണ്ട് കൊടുത്ത് നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാം. ദെൻ ലാസ്റ്റതാണ് സ്ക്രീൻ റെക്കോർഡിംഗ്. റെക്കോർഡ് യുവർ കമ്പ്യൂട്ടർ സ്ക്രീൻ ആൻഡ് റിലേറ്റഡ് ഓഡിയോ ബിഫോർ ഇൻസേർട്ടിംഗ് ദ റെക്കോർഡിംഗ് ഓൺ ടു യുവർ സ്ലൈഡ്. നിങ്ങളുടെ സ്ലൈഡ് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഈ സ്ക്രീൻ റെക്കോർഡ് യൂസ് ചെയ്യുന്നത് മെയിൻലി നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ പവർ പോയിൻ്റ് ചെയ്യുന്ന ടൈമിലുള്ള എന്തെല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വീഡിയോ ഇൻസേർട്ട് ചെയ്താലോ, പിക്ചർ ഇൻസേർട്ട് ചെയ്താലോ, ഓഡിയോ ഇൻസേർട്ട് ചെയ്താലോ എല്ലാം ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് പോലെ റെക്കോർഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡാണ് സ്ക്രീൻ റെക്കോർഡിംഗ് എന്നുള്ള ഈ ഒരു കമാൻഡ്. എന്നിട്ട് ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രസൻറ്റേഷനകത്ത് കൊണ്ടുവരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്.